ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് അനീഷ് ഫസ്റ്റ് റണ്ണറപ്പ് അദ്ദേഹത്തിൻ്റെ നമ്പർ ആൻഡ് ഇമെയിൽ ID അദ്ദേഹം പുറത്തുവിട്ടിരിക്കുകയാണ്. അത് ഞാൻ തരാം, ഇപ്പം തന്നെ തരാം. അതിന് മുന്നേ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽബട്ടനും കൂടി അമർത്തിക്കോളൂ കേട്ടോ. കമൻറ്റ് നിങ്ങൾ എഴുതിയോളൂ. ക്രിറ്റിസൈസ് ചെയ്ത് പോസിറ്റീവ് തരത്തിലായിരിക്കണം ക്രിറ്റിസൈസും. ഞാൻ എല്ലാം കണ്ടറിഞ്ഞ കാര്യങ്ങളും അതുപോലെ കേട്ടറിഞ്ഞ കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ മാത്രമേ ഇതിലിടുന്നുള്ളൂ. അപ്പോൾ അതിനെ ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ നിങ്ങളും കൂടി ഒരു മര്യാദ കാണിക്കണം. ഞാൻ മര്യാദയോട് കൂടി തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അനീഷ് ലൈവിൽ വന്നുകൊണ്ട് പറയുന്നുണ്ട്, എനിക്കൊരു ദിവസം ഒരുപാട് കോൾസ് വരുന്നുണ്ട്, ഞാൻ വളരെ സന്തുഷ്ടനാണ്. അതിൽ ഞാൻ അവരെ എല്ലാവരും സംതൃപ്തിപ്പെടുത്തുന്നുണ്ട്, എല്ലാവരെയും ഞാൻ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, മാക്സിമം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആയിരക്കണക്കിന് കോളുകളാണ് വരുന്നത്. അപ്പോൾ കൊമേഴ്ഷ്യൽ കോളുകളും പേഴ്സണൽ കോളുകളൊക്കെ ഒരുമിച്ചാണ് വരുന്നത്. അപ്പോൾ ഈ കൊമേഴ്ഷ്യലായിട്ട് വിളിക്കുന്ന ആൾക്കാർ പറഞ്ഞു, നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒരു നമ്പറും അതുപോലെ തന്നെ ഒരു ഇമെയിൽ ID നിങ്ങൾ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഇമെയിൽ IDയും നമ്പറും തയ്യാറാക്കിയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് തരാൻ പോകുന്നത് കേട്ടോ. നോക്കി നോക്കോ. anishenquiry@gmail.com 9074017613. ഇതാണ് അദ്ദേഹത്തിൻ്റെ വാട്സപ്പ് നമ്പറായിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ കൊളാബറേഷനും അതുപോലെ തന്നെ ഈ എന്താ പറയുക ഇനോഗ്രേഷനും ഇതിനൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ഇനോഗ്രേഷൻ വരുന്നത് നവംബർ 30 ഫസ്റ്റ് ഇനോഗ്രേഷൻ അന്വേഷിച്ച് ചെയ്യാൻ പോവുകയാണ്. ഇനി ഇവിടെ ഞങ്ങൾ വെച്ചിട്ട് ഫുൾ ഇനോഗ്രേഷൻസും കൊളാബറേഷൻസും ഒക്കെ തന്നെയായിരിക്കും. അപ്പോൾ അനീഷിന് അത് രണ്ടും കൂടി ഒരുമിച്ച്, അതായത് പേഴ്സണൽ കോളും ഈ കൊളാബറേഷൻ്റെ കോളും അതുപോലെ തന്നെ ഈ ഇനോഗ്രേഷൻ്റെ കോളും ഒന്നും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അപ്പോൾ രണ്ടും സെപ്പറേറ്റഡ് ആക്കിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ നമ്പർ കിട്ടി അല്ലെങ്കിൽ ഈ എൻക്വയറി ചെയ്യാനുള്ളത് കിട്ടിയെന്ന് വെച്ചാൽ നിങ്ങൾ ആവശ്യത്തിന് മാത്രം വിളിക്കുക, എൻക്വയറിക്ക് വേണ്ടി മാത്രം വിളിക്കുക, അല്ലെങ്കിൽ മെസ്സേജ് അയയ്ക്കുക, അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യുക. അല്ലാതെ നിങ്ങൾ അനാവശ്യമായിട്ട് അനിഷേട്ടാ ഇതൊന്നും വിളിക്കാൻ നിൽക്കരുത്, അന്തം ഫാൻസ് ആവരുത്, സാധാ ഫാനായി മാത്രം മാറുക നമ്മൾ കേട്ടോ. നമ്മൾ കേരളക്കാരാണല്ലോ, അപ്പോൾ നമ്മുടേതായ ഒരു രീതിയുണ്ട്, നമ്മൾ ആരും ശല്യപ്പെടുത്താതെ. അപ്പോൾ അനീഷിന് വളരെ സംതൃപ്തിയോട് കൂടി അനീഷ് പറയുന്നത്, എനിക്ക് ബിഗ് ബോസ് ഹൗസിൽ വെച്ച് ഒരിക്കൽ പോലും ഞാൻ അറിഞ്ഞിട്ടില്ല, എനിക്ക് ഇത്രയും ഫാൻസ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇവിടെ വന്നിറങ്ങിയപ്പോൾ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ എനിക്കുണ്ടായ ആ സ്വീകാര്യത അത് കണ്ടപ്പോൾ എൻ്റെ മനസ്സ് കുളിർത്തു പോയി. അദ്ദേഹം അവിടെ നിന്നിട്ട് പറഞ്ഞിരുന്നു, ബിഗ് ബോസ് ഹൗസിനെ കെട്ടിപ്പിടിച്ച്, ബിഗ് ബോസേ എന്നെ ഇവിടെ നിന്ന് വീട്ടരുത് എന്ന് അദ്ദേഹം ഉറക്കോളിട്ട് പറഞ്ഞു. നമ്മളെല്ലാവരും കേട്ടിരുന്നതാണ്. അദ്ദേഹത്തിന് അവിടെ നിന്ന് വരാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ വിചാരം അതാണ് ഏറ്റവും നല്ല ലൈഫ്, കുറേ ആൾക്കാരുമായിട്ട് അവിടെ ജീവിക്കുക, തല്ലൂടെയും തലപൊളിച്ചാലും എന്തായാലും അങ്ങനെ ഒറ്റയ്ക്കൊരു റൂമിൽ ഇരുന്നുള്ള ആളാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇത്രയും ജനങ്ങളുടെ ഇടയിലിരുന്ന് ഭക്ഷണം കഴിക്കലോ അങ്ങനെ അനീഷിന് ഭയങ്കര സന്തോഷമായിട്ട് അവിടെ നിന്ന് വിട്ടുപോരാ, ഞാൻ എങ്ങനെയെങ്കിലും ഈ മൂലയ്ക്ക് എവിടെയെങ്കിലും ഇരുന്നോളാം എന്ന് വിചാരിച്ചു. അന്നൊന്നും വിചാരിച്ചില്ല പുറത്ത് ഇത്രയും ഫാൻ ബേസ് ഉള്ള ആളാണ് എന്ന് വിചാരിച്ചില്ല. പക്ഷേ അവിടെ നിന്നിറങ്ങി ഫസ്റ്റ് കിട്ടിയ വ്യക്തിയെക്കാളും ഏറ്റവും അധികം ആരാധക വൃന്ദങ്ങളെ കൊണ്ട് മൂടിയ ഒരാളായിരുന്നു ശരിക്കും അനീഷ്, അല്ലേ? കോമണറായിട്ട് പോയിട്ട് പോലും അവിടെ പോയി ശരിക്കും നമുക്ക് കോമണറെന്ന് തോന്നിയിട്ടേ ഇല്ല. അതേപോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അവിടെ പെരുമാറ്റമായിരുന്നത്. അപ്പോൾ ഇത്രയും ജെന്യൂനായിട്ടുള്ള ഒരു പേഴ്സൺ ബിഗ് ബോസ് ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നമ്മൾ ആരും ബുദ്ധിമുട്ടിക്കാനും പാടില്ല. അപ്പോൾ ആവശ്യങ്ങൾക്ക് മാത്രം വിളിക്കുക, തെറി പറയാനൊന്നും ആരും വിളിക്കുകയോ അല്ലെങ്കിൽ തെറി അയക്കുകയോ ഒന്നും ചെയ്യരുത്. സൈബർ